അത് സംഭവിച്ചത് ക്രിസ്താബ്ദം 571 ആമുഫീൽ എന്നറിയപ്പെടുന്ന വർഷം. യമനിൽ നിന്ന് അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അബാബീൽ പക്ഷികളെ വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ച ആ വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായത്. പ്രബലമായ അഭിപ്രായ പ്രകാരം അതൊരു റബീഉൽ അവ്വൽ മാസത്തിലാണ്, തിങ്കളാഴ്ച ദിവസവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാക യൗമുൻ വുലിത്തു ഫീഹി വ ഉൻസില അലയ്യ ഫീഹി. ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച. അതേപോലെ തന്നെ ഒരു റിവായത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു പദപ്രയോഗത്തിലുള്ളത് ബുഇസ്തു ഫീഹി, അള്ളാഹു എന്നെ നബിയായി തെരഞ്ഞെടുത്തത് തിങ്കളാഴ്ചയാണ്. പരിശുദ്ധ ഖുർആൻ എനിക്ക് ഇറങ്ങിത്തുടങ്ങിയതും തിങ്കളാഴ്ചയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് വന്നിട്ടുള്ളതും തിങ്കളാഴ്ച ദിവസമാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് പ്രകാശമായി കൊണ്ട് റഹ്മത്തായി കൊണ്ട് നിയോഗിക്കപ്പെടുകയാണ്.